ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? നമ്മൾ ഇതും ഒരുപക്ഷെ കേട്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയൊക്കെ നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരുടെ ഡാറ്റ സേവ് ചെയ്യുന്നത് ഒരു സിംഗിൾ സെർവറിനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിൽ ആയിരിക്കും അത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പലപ്പോഴും അതിനെ ഹാക്ക് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒക്കെ ഈസിയാണ്. കാരണം അതൊരു സിംഗിൾ സെർവറിനെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെർവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നഷ്ടപ്പെടാനും അതിനകത്ത് ഒരുപാട് തിരുത്തൽ വരാനുള്ള ചാൻസസ് വളരെയേറെ വലുതാണ്. എന്നാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആണെങ്കിൽ ഈ ഡാറ്റാസ് തന്നെ പല പല ബ്ലോക്കുകളായിട്ട് നമുക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ബ്ലോക്കുകളായിട്ട് ഇത് സേവ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഇതിനകത്തൊരു മാനിപ്പുലേഷനോ ഒരു തരം തിരുത്തലുകളോ ഒന്നും വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പോകുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ 100% ട്രാൻസ്പെറന്റ്, 100% സെക്യൂരിറ്റി നമുക്ക് ഡിജിറ്റൽ വേൾഡിൽ ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. സ്മാർട്ട് കോൺട്രാക്ട്. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടിരിക്കും അല്ലെ? നമ്മുടെ ഒക്കെ പ്രോപ്പർട്ടിയുടെ ഡിജിറ്റൽ സർവേ. ഇന്ന് നമ്മളൊരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യണമെങ്കിലോ ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കലി അവിടെ മൂവ് ചെയ്തുകൊണ്ട് ആ ഡോക്യുമെന്റേഷനിൽ നമ്മൾ ആധാർ എഴുതുന്ന ഓഫീസിൽ പോകണം, രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണം. അവിടെ വന്ന് എല്ലാം രണ്ടുപേരും ഫിസിക്കലി മൂവ് ചെയ്ത് കാര്യം സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ആവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു സെല്ലറിനെ ബയറിനെ കണക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ആമസോൺ എന്ന് പറയുന്ന കമ്പനി ഇല്ലെങ്കിൽ, അവിടെ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് ആരും ഇല്ലെങ്കിൽ, നമുക്ക് ഓട്ടോമാറ്റിക്കൽ ബയ്യറിനെ സെല്ലറിനെ കണക്ട് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് ഈ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഡിജിറ്റൽ കോൺട്രാക്ടിനെയാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അവിടെ സെൽഫ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ഓൾറെഡി പ്രോഗ്രാംഡ് ആയിരിക്കും ഇൻ ലൈൻസ് ഓഫ് കോഡ്. അവിടെ ഓൾറെഡി പ്രോഗ്രാംഡ് ആയിരിക്കും. ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ആ സ്മാർട്ട് കോൺട്രാക്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അവിടെ ഒരു ഇന്റർമീഡിയറ്റിന്റെ ആവശ്യകത ഇല്ല. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഹൈദരാബാദൊക്കെ ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ഇനി വിത്തിൻ 1 ഇയർ നമ്മളിത് ഫെമിലിയർ ആകാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ പ്രോപ്പർട്ടി ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് വഴി, ഡിജിറ്റൽ വഴി നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് മാറും. എന്താണ് ഡീസെൻട്രലൈസ്ഡ്? ഒരു സിംഗിൾ എൻറ്റിറ്റി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് സെൻട്രലൈസ്ഡ്. നമുക്ക് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഒരുപാട് അറിയാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഒരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിരിക്കും. അവിടെ ഒരു സിംഗിൾ എൻറ്റിറ്റി അയാളായിരിക്കും ഡിസിഷൻ മേക്കിംഗ് അല്ലെ, അദ്ദേഹമായിരിക്കും ഡിസിഷൻ മേക്കിംഗ്. അവർക്ക് നമ്മളെ എപ്പം വേണമെങ്കിലും പറഞ്ഞു വിടാം, അവരെപ്പോഴും വേണമെങ്കിലും നമ്മുടെ സാലറി കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും അവർക്ക് ഡിസിഷൻ എടുക്കാം. ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് അവിടെ ഡിസിഷൻ മേക്കർ. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഓഫ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ, ആ കമ്മ്യൂണിറ്റിയാണ് സെൽഫ് ഡ്രൈവിംഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആയിരിക്കും ഡിസിഷൻ മേക്കിംഗ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ പ്രൊജക്ടിനെ, ഈ സിസ്റ്റത്തെ റൺ ചെയ്യുന്നത് അവരായിരിക്കും. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ വൺസ് ഇറ്റ്സ് ക്രിയേറ്റഡ്, അത് ലൈഫ് ലോങ് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിനകത്ത് ഒരാൾക്കും ഒരു മാറ്റങ്ങളോ ഒരു ചേഞ്ചസോ പിന്നീട് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രൊജക്റ്റിലേക്ക് അട്രാക്ട് ചെയ്തതും ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്താൽ പോലും നമുക്ക് ഒരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഗ്രോ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. എപ്പം വേണമെങ്കിലും നമ്മുടെ ഗ്രോത്തിന് ഒരു തടസ്സം അവിടെ ഇടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അത് സാധിക്കില്ല എന്നുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ക്രിപ്റ്റോ നമ്മൾക്ക് അറിയുന്ന വാക്കുകളാണ്, ഇന്ന് നമ്മൾ കേട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ബാർട്ടർ സമ്പ്രദായം മുതൽ നമ്മൾ ഗോൾഡ് അല്ലെ, ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, അതിനുശേഷം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫറിലാണ്. നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ കോവിഡിന് മുമ്പ് വരെ നമ്മുടെ ഫാമിലീസിൽ, ഒരു പുറത്തൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഈസി ആയിരിക്കും. നമ്മുടെ ഫാമിലീസിലുള്ള നമ്മുടെ പാരന്റ്സിനോട് ഒരുപക്ഷെ ഒരു മണി ട്രാൻസ്ഫർ ചെയ്യാൻ, ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ള ഒരു കാര്യം, ഓൺലൈനിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടുമോ അല്ലെ? പേടിയാണ് ആൾക്കാർക്ക് പലർക്കും. കാരണം എന്താ, അവർക്ക് കേട്ടിരിക്കുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ ഇതെന്താ ഒരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. എന്റെ മദർ ഇപ്പോഴും ATM ഉപയോഗിച്ചിട്ട് പൈസ എടുക്കില്ല. മദർ ബാങ്കിൽ പോയിട്ടേ പൈസ എടുക്കുള്ളൂ ഇപ്പോഴും. അതിൽ കൺവിൻസ്ഡ് ആണ്. അവർക്ക് അതിനകത്ത് മാത്രമേ വിശ്വാസമുള്ളൂ. ആ കാലത്ത് അതിനകത്ത് ATM കാർഡ് ഇട്ടിട്ട് പൈസ വന്നില്ലെങ്കിലോ, അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയോ, ഇങ്ങനെയൊക്കെയുള്ള പേടികൾ ആൾക്കാർക്ക് പലർക്കും ഉണ്ട്. എന്ന് പറയുന്നത് പോലെ ഓൺലൈൻ ട്രാൻസ്ഫറിനെ പേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക,
ഇന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് യു എയിലായതുകൊണ്ട് എനിക്ക് ഗൂഗിൾ പേ ഇല്ല. നമ്മളൊരു മീൻ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി മേടിക്കുകയാണെങ്കിൽ ഒരു ചെറിയ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പോലും അവർ ആദ്യം ചോദിക്കുന്നത് ഗൂഗിൾ പേ ഉണ്ടെന്നാണ്. ഇന്ന് എല്ലാവരും നമ്മൾ ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫറിലേക്ക് മാറിയിരിക്കുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. നമുക്കറിയാം ഡിജിറ്റൽ കറൻസിയാണ്. ഇന്ന് കേരളത്തിൽ ഡിജിറ്റൽ കറൻസി വന്നു കഴിഞ്ഞു, ഇന്ത്യയിൽ മൊത്തം ഡിജിറ്റൽ കറൻസി കഴിഞ്ഞു കഴിഞ്ഞു. ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാൻ പറ്റുന്ന പല സ്ഥാപനങ്ങളും ഹോട്ടൽസും റിസോർട്ട്സും ഷോപ്പിംഗ് മാളുകളൊക്കെ ഇന്ത്യയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ സാധ്യത നമ്മൾ ഒരുപക്ഷെ കേൾക്കുമ്പോൾ അതൊക്കെ വരുമോ, ഡിജിറ്റലി പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യും, ഇത് വന്നിരിക്കും. ലോകത്ത് 10 വർഷത്തിന് മുകളിലായിട്ട് ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി ഒരു വരാൻ പോകുന്ന ഗ്രോത്ത് എന്ന് പറയുന്ന വേൾഡിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തുടക്കം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മെയ് 20-ാം തീയതി 21-ാം തീയതി വേൾഡിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്പോ ദുബായിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് നടന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സാധ്യത, അതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്കൊരു വലിയ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. ഇതിന്റെ ആ പ്രൊജക്ടിന്റെ പേരാണ് മെറ്റാഫോഴ്സ്.